ഞാനിപ്പോൾ നിൽക്കുന്നത് ഹഡിൽ ഗ്ലോബൽ 2025 ഈ പ്രോഗ്രാം നടക്കുന്നത് ലീല റാവിസ് റിസോർട്ടിലാണ്. ദ മോസ്റ്റ് ലക്ഷറിയസ് റിസോർട്ട് ഇൻ ട്രിവാൻഡ്രം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കോവളത്താണ്. ഈ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ ഒരു ബീച്ച് സൈഡ് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലാണ്. നമ്മൾ പല ഫെസ്റ്റിവൽസും കണ്ടിട്ടുണ്ട്. ഇത് അതുപോലൊരു ഫെസ്റ്റിവൽ ആണെങ്കിൽ പോലും ഇത് മെയിൻലി എംഫസൈസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടപ്പ്, അതുപോലെ തന്നെ ഇന്നോവേഷൻ, നെറ്റ്വർക്കിംഗ് ഒക്കെയാണ്. നമുക്ക് കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തും പല സോഫ്റ്റ്വെയർസും പ്രൊഡക്ട്സും വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് എടുത്ത പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാർ വരെ നമുക്ക് ഇവിടെ നിന്ന് കണക്ട് ചെയ്യാം. നിങ്ങളപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ഒരാളോ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പിലോട്ട് ഇറങ്ങണം, ഇൻവെസ്റ്റ്മെന്റ് വേണം, ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് ഒരു ഐഡിയ പോലും ഇല്ലാത്ത ഒരു സ്റ്റേജിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇവൻറ്റ്സിന് വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് പേരുമായിട്ട് കണക്ട് ചെയ്യാം, ഒരു പുതിയ ഐഡിയാസ് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരുപാട് പേരാണ്, റൈറ്റ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരെ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് ഹഡിൽ ഗ്ലോബലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ്. അടുത്ത ഹഡിലിൽ നിങ്ങളെ ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത് മാത്രമല്ല ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് നിങ്ങളപ്പോഴത്തേക്ക് കണ്ടിട്ടൊന്നും. അപ്പോൾ ഇവൻ്റെ പ്ലേസിൽ എത്തിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ടിക്കറ്റ് ഉണ്ട്. ഈ ടിക്കറ്റ് നമ്മൾ രജിസ്ട്രേഷൻ ഡെസ്കിൽ കാണിക്കുക. അതിനുശേഷം നമ്മളിത് രജിസ്റ്റർ ചെയ്ത് നമ്മൾ ID കാർഡും കാര്യങ്ങളും സെറ്റാക്കുക. അപ്പോൾ അങ്ങോട്ട് പോവാം. ഓക്കെ, താങ്ക് യു. ID കാർഡ് സെറ്റായിട്ടുണ്ട്. പേരും നമ്മുടെ ഡെസിഗ്നേഷൻ കാര്യങ്ങളെല്ലാം വെച്ച് കിട്ടിയിട്ടുണ്ട്. അതിന് പുറത്ത് ഇതിലൊരു QR കോഡുണ്ട്. ഈ QR കോഡ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഹഡിൽ ഗ്ലോബലിന് ഒരു ആപ്പുണ്ട്. ആ ആപ്പ് യൂസ് ചെയ്തിപ്പം ഞാൻ അംശനെ കണ്ടു, ഇതെൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഇവനെ കാണുമ്പോൾ നമുക്ക് തമ്മിലൊന്ന് കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അവൻ്റെ QR കോഡ് നമ്മുടെ ആപ്പിലൊന്ന് സ്കാൻ ചെയ്താൽ മതി. ഇവൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. നമുക്ക് പിന്നീട് ചാറ്റ് ചെയ്യാനും നെറ്റ്വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. നമുക്കൊരു നോട്ടും ഒരു പെന്നും കിട്ടിയിട്ടുള്ളൂ, പേപ്പറിലുള്ളതല്ല. അപ്പോൾ നമുക്ക് നോട്ട് ചെയ്തുള്ള എല്ലാ സാധനവും സെറ്റാണ്. ഇനി ഇവൻറ്റിന് പോവുക, നമ്മൾ ഈവൻറ്റ് അടിപൊളിയാക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ട്രിവാൻഡ്രമാണ്. ഞാൻ ഹായ് ഹലോ 2025 2024 നിങ്ങളായിരുന്നു ക്യാമിയോ റോള്. എന്ത് റോളുകളായി സെറ്റാക്കാം. ഞാൻ ജസ്റ്റ് എത്തിയതേ ഉള്ളൂ. നമുക്ക് നോക്കണം എത്തിയിട്ട് എങ്ങനെയുണ്ട് ഈ പ്രാവശ്യം. പിന്നെ ഗോയിങ് ഫോർവേഡ് IED സമ്മിറ്റ് ആണ് സ്റ്റുഡന്റ് പ്രൊഫഷണൽസ് പോകുന്നത്. പ്രൊഫഷൻസിലായിട്ട് നല്ല ടോപ്പ് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് ഈ പ്രാവശ്യം. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് തമ്മിൽ സംസാരിച്ചു, അതിന്റെ ഒരു കാറ്റബിലിറ്റിംഗ് എഫക്ട് അടുത്ത കൊല്ലം ഉണ്ടാവുമ്പോഴാണ് അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും അത്? അപ്പൊ അതും ഞാൻ ഫിഗർ ഔട്ട് ചെയ്തിരിക്കാം. അതുണ്ടെങ്കിൽ സെറ്റാണ് ടോക്ക് ആൻഡ് ഇന്ററാക്ട്. ആ സംഭവമാണ് അതിലാണ് ഒരു വിന്നിരിക്കുന്നത്. അത് എത്രമാത്രം വെന്യൂ എസ്തെറ്റിക്സും പിന്നെ ലാസ്റ്റ് ജോബിന്റെ വീഡിയോയില് പറ്റി 1 year ബാക്ക് ഷൂട്ട് ചെയ്ത 1 year ബാക്ക് ആയിരുന്നു. റിലീസ് ചെയ്ത ലേറ്റ് ആയിരുന്നു. അതില് ഫസ്റ്റ് അതിന്റെ എഡിറ്റർ അതോ നിങ്ങളെ ഇറക്കിയത്. അതെ അതെ, നടക്കട്ടെ, കാണാം. അപ്പോൾ ഇവന്റിന് കയറാൻ പോവുകയാണ്. മെയിൻ പരിപാടികളെല്ലാം അകത്താണ്. അപ്പോൾ അകത്തോട്ട് പോവാം. ഇവിടെ ഉള്ളിലോട്ട് വന്നപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ മെയിൻ സ്റ്റേജാണ്, മെയിൻ ഇവൻറ്റ്സ് എല്ലാം ഇവിടെ വെച്ചാൽ നടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ആയിട്ടുള്ളത്. ഇതിപ്പോൾ Day 3 ആണ്. നേരത്തെ പുറത്തുനിന്ന് എടുത്ത എല്ലാം Day 1 ആണ്. അപ്പോൾ ഇവിടുത്തെ ഫുൾ കാര്യങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ പല വെന്യൂസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പോൾ മെയിൻ സ്റ്റേജാണ്. ഇതുപോലെ പല വെന്യൂസ് ഉണ്ട്. അപ്പോൾ ബാക്കി ഇവൻറ്റ് വെന്യൂസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. കമോൺ. അപ്പോൾ അടുത്ത ഇവൻറ്റ് പ്ലേസിൽ പോകുമ്പോൾ നമുക്കിവിടെ ഫാബ് ലാബിൻ്റെ ഒരു സെക്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അത് നിങ്ങൾ കണ്ടിട്ട് വന്നു. അപ്പോഴത്തേക്ക് ഞാൻ അടുത്ത വെന്യൂലോട്ട് പോവാം. ഇവിടെ ഹഡിൽ ഗ്ലോബലിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഫാബ് ലാബ് ഒരുക്കിയിരിക്കുന്ന ഒരു സെക്ഷനിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഫാബ് ലാബ് എന്താണെന്ന് പോലും ഒരു നോർമൽ ഒരു സാധാരണക്കാർക്ക് അറിയാൻ സാധ്യതയില്ലാത്ത ഒരു സംഭവമാണ്. അപ്പോൾ ഫാബ് ലാബ് എന്താണെന്നും അതിന് പുറത്ത് നമുക്ക് അവര് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് ആർട്ട് പ്ലസ് ടെക്നോളജി, അതിന്റെ കൂടെ നമ്മളെ കുറച്ച് ഐതിഹ്യങ്ങൾ കാര്യങ്ങൾ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നേഹ പറഞ്ഞു തരുന്നതാണ്. നേഹ ഫാബ് ലാബിൽ എന്താ ചെയ്യുന്നത്? ഞാൻ ക്രിയേറ്റർ റെസിഡൻസി ഫെല്ലോ ആണ്. നമ്മളുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ടെക്നോളജിനെ ആർട്ടായിട്ട് കണക്ട് ചെയ്തിട്ട്, ആർട്ടും കൾച്ചറും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതിന് ആൾക്കാരിലേക്ക് എത്തിക്കാം. ഫാബ് ലാബ് എന്നുള്ള ഒരു ഫെസിലിറ്റി എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ ഫാബ് ലാബ്. ഫാബ് ലാബിലേക്ക് ഒരുപാട് കോടികൾ കേരള ഗവൺമെന്റ് മുടക്കി ചെയ്ത ഒരു സംഭവം. അതെ അതെ, ഒരുപാട് പേർക്ക് അറിയത്തില്ല എന്നുള്ളത്. അതും വളരെ നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴല്ല നമ്മുടെ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ വന്നാൽ ചിലപ്പോൾ നമ്മുടെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയും അതിനുള്ള ഫെസിലിറ്റിയും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കൊടുക്കുന്നുണ്ട്.
ഫാബ് ലാബ് ത്രൂ. കിട്ടുന്നു. അപ്പൊ ഈവൻ ഫാബ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ പഠിക്കാനും മേക്ക് ഓൾമോസ്റ്റ് എനിത്തിങ് എന്നുള്ളത് പഠിക്കാൻ വരെ ഫെസിലിറ്റീസ് ആൾക്കാരിലേക്ക് എത്തുന്നില്ല. അത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് നമ്മള് ഇതുപോലത്തെ ആർട്ട് ഇൻസ്റ്റലേഷൻസ് വെക്കാണ്. അപ്പൊ ഇവിടെ പല ആർട്ട് വർക്ക്സ് ഉണ്ടായിരുന്നു. കാണുമ്പോ ഒരു നാടൻ ടച്ച് ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്, എനിക്കൊന്നും കണ്ടിട്ട് മനസ്സിലാവില്ല. ഇതെല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഓരോന്നായിട്ട്. സോ നമ്മള് ബേസിക്കലി റേജ് ആണ് നമ്മുടെ ഇപ്രാവശ്യത്തെ കോൺസെപ്റ്റ് എടുത്തിരിക്കുന്നത്. റേജ് എന്നൊക്കെ എപ്പോഴും പറയുമ്പോ നമ്മള് ഭയങ്കര എല്ലാം മോശം രീതിയിൽ ആണ് റേജ്. പക്ഷെ നമ്മുടെ കൾച്ചറിലും അല്ലെങ്കിൽ പഴയ ഐതിഹ്യങ്ങളിലും ഫോക്ലോസിലൊക്കെ റേജിനെ വളരെ നല്ല രീതിയിലും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, കണ്ണകിയുടെ ചിലപ്പതികാരം എന്ന് പറഞ്ഞിട്ട് തമിഴ് ഫോക്ലോർ ആണ്. അപ്പൊ കണ്ണകിയുടെ റേജ് എന്ന് പറയുന്നത് ജസ്റ്റിസിന് വേണ്ടിയിട്ടായിരുന്നു. ചിലമ്പ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് കണ്ണകിയുടെ ഹസ്ബൻഡിന് ഒരു ട്രയൽ പോലും ഇല്ലാണ്ട് കിങ്സ് കൊന്നു. അപ്പൊ ഷി വാസ് ലൈക്ക് ഞങ്ങൾക്കും ഇത് ഉണ്ട്. അപ്പൊ അത് ഒരു ട്രയൽ പോലും ഇല്ലാത്ത ജസ്റ്റിസിന് വേണ്ടിയിട്ടായിരുന്നു മധുര കത്തിച്ചത്. അപ്പൊ ആ ഒരു ഇതിലാണ് നമ്മള് ചിലമ്പെന്ന് റൂബി വരുന്നത്. അപ്പൊ അതൊക്കെ ചിലപ്പോ 3D പ്രിന്റഡ് ആണ്. അതും ബയോപ്ലാസ്റ്റിക് വെച്ചിട്ടാണ് 3D പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അതില് ഹാൻഡ്സ് ലോ പോളിഗൺ ആണ്. അത് നമ്മുടെ മെഷീൻ വെച്ചിട്ട് തന്നെ ചെയ്തതാണ്. എന്നിട്ട് അത് അസംബ്ലിയും കാർഡ്ബോർഡ് അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നുള്ളത് പടയണിയാണ്. പടയണി നമ്മൾ അഗൈൻ പടയണിയുടെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഭദ്രകാളിയുടെ ഒരു ഡിസ്ട്രക്റ്റീവ് പവർ ഉണ്ടായിരുന്നു. ആ പവറിനെ പാസിഫൈ ചെയ്യാൻ, ആ റേജിനെ പാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ദേവഗണങ്ങളൊക്കെ പോയിട്ട് ഇതുപോലെ ഭദ്രകാളിയുടെ പല ഇമേജസ് ഒക്കെ വരച്ച് പുള്ളിക്കാരന്റെ ആർട്ട് കൊണ്ട് പുള്ളിക്കാരത്തിന്റെ ദേഷ്യം കുറച്ചു. അപ്പൊ റേജ് അല്ലെങ്കിൽ അതൊരു ഡിസ്ട്രക്റ്റീവ് നേച്ചറിലേക്ക് പോയേനെ, അതൊരു ഡിസ്ട്രക്ഷനിലേക്ക് പോയേനെ. അതേസമയം ആർട്ടിന് അത്രയും പവർ ഉണ്ട്. ആ റേജിനെ പാസിഫൈ ചെയ്യാനുള്ള ഒരു പവർ ആർട്ടിനുണ്ട്. പിന്നെ പടയണി നമ്മളുടെ കേരളത്തിന്റെ ഒരു ആർട്ട് ഫോം ആണ്. പക്ഷെ നമ്മളെപ്പോഴും തെയ്യം കഥകളിയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പം സെൻട്രൽ ട്രാവൻകൂറിലുള്ളതാണ് പടയണി വരുന്നത്. അപ്പൊ ഇതിലും ശരിക്കും കുരുത്തോല പാളയൊക്കെ വെച്ചിട്ടാണ് നമ്മള് ഉപയോഗിക്കാറ്. റിയൽ കുരുത്തോലയാണോ? അല്ല, നമ്മള് അപ്പൊ സസ്റ്റൈനബിൾ മെറ്റീരിയൽസ് വെച്ചിട്ട് വീഗൻ ലെതർ ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പേപ്പേഴ്സ്, കാർഡ്ബോർഡ്, ചാർട്ട് പേപ്പർ. നോർമൽ ഒരു വെറുതെ ഒരു 3D പ്രിന്റർ വെച്ച് അതിന്റെ ഡെമോ കാണിക്കുന്നതിന് പകരം നമ്മൾ ആർട്ട് വർക്ക് ആയിട്ട് തന്നെ. അതെ, അതിന്റെ പോസിബിലിറ്റി ഒരാളും അത് 3D പ്രിന്റർ എപ്പോഴും ബ്ലോക്ക് ആയിട്ടുണ്ടാവും. അതേ സമയത്ത് സാധാരണ 3D പ്രിന്റർ ഒക്കെ കാണിക്കുമ്പോൾ വേണ്ടി ഷിപ്പൊക്കെ കാണിക്കാം. അപ്പൊ നമ്മളിത് എക്സ്പ്ലോർ ചെയ്യാം. എന്ത് ചെയ്യാൻ പറ്റും കുരുത്തോലയ്ക്ക്. അപ്പൊ ഓക്കെ 3D പ്രിന്റ് ചെയ്ത് നോക്കാം. ഒരാളുടെ നമ്മളൊരു ടീം വർക്കാണ് ആക്ച്വലി. നമ്മള് ക്രിയേറ്റർ റെസിഡൻസി ഫെലോസ് ആൻഡ് ടെക്നോളജി ഫെലോസ്. അതെന്താ ഫെലോഷിപ്പ്? അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ ക്രിയേറ്റർ റെസിഡൻസി ഫെലോഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫാബ് ലാബിലും എല്ലാ കേപ്പബിലിറ്റീസും ആർട്ടുമായിട്ട് കണക്ട് ചെയ്ത ആൾക്കാരിലേക്ക് എത്തിയ ഒരു ക്രിയേറ്റീവ് എക്കണോമി കൊണ്ടുവരാന്നുള്ളതാണ്. അതുപോലെ ഈ ഓണത്തിന് കണ്ടായിരുന്നു ഒരു അത്തപ്പൂക്കളം കറങ്ങുന്നത്. അതെ, എങ്ങനെയൊക്കെ നമ്മുടെ ഇൻഫർമേഷൻസിനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അത് ചിലപ്പോ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഓക്കെ, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ? അതിനുള്ള ഫെസിലിറ്റീസ് നമുക്ക് അത്രയും എളുപ്പത്തിലുണ്ട്. സോ വി ആർ ലൈക്ക് അത് കുറച്ചുകൂടി സ്കൂൾസിലെ കുട്ടികൾക്കായാലും ഒക്കെ ഭയങ്കര എന്താ ഇൻസ്പയറിംഗ് ആണ്. അവര് വന്നിട്ട് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ തേർഡ് എന്ന് പറയുന്നത് കന്യാകുമാരിയുടെ സ്റ്റോറിയാണ്. അതെ, കന്യാകുമാരിയുടെ സ്റ്റോറി എന്താ അതും ഐതിഹ്യമാണ്. അപ്പം അതില് ആ പുള്ളിക്കാരത്തിന്റെ ശിവനായിട്ടുള്ള കല്യാണം തുടങ്ങിയ ദേഷ്യത്തില് എല്ലാ അലങ്കാരങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് കടലിലേക്ക്. അങ്ങനെയാണ് കന്യാകുമാരി ഉണ്ടായതെന്നാണ് ഐതിഹ്യം. അതുകൊണ്ടാണ് കന്യാകുമാരിയില് കളർഫുൾ സാൻഡ്സും അങ്ങനത്തെ ഒക്കെ ഉള്ളതെന്ന് പറയുന്നത്. അതുപോലെ ആ ഒരു സെക്ഷനിൽ ഒരു പൂ ഉണ്ടായിരുന്നല്ലോ, അതെന്താ ഉദ്ദേശിക്കുന്നത്? അത് നമ്മുടെ കുറച്ച് പ്രോജക്റ്റ് ആയിരുന്നു. അതില് നമ്മള് ആർട്ട്, കൾച്ചറൽ ടെക്, അതിന്റെ പെറ്റൽസ് ഒക്കെ നമ്മള് കേരള സാരി വെച്ചിട്ട് ചെയ്തിരിക്കും. കൈയോട്ട് കട്ടിയിരിക്കുന്നല്ല, ലേസർ മെഷീൻ വെച്ച് കട്ടിയിരിക്കുന്നതാണ്. അപ്പൊ രണ്ടാൾക്കാർ അത് കൈ പിടിക്കുന്ന സമയത്ത് ബ്ലൂം ചെയ്യും. അത് ഹ്യൂമൻസ് കമ്മിങ് ടുഗെദർ ഫോർ സംതിങ് എന്ന് പറയുന്നത്. അതെ, പിന്നെ നമ്മൾ ഈ ടെക് എന്നൊക്കെ ചിന്തിക്കുമ്പോഴേ ഭയങ്കര യൂട്ടോപ്യനാ. കുറെ റോബോട്ട്സ്, കുറെ അങ്ങനത്തെ സാധനങ്ങളാണ്. നേച്ചറായിട്ടും കുറച്ചൊരു മാജിക്കൽ വേൾഡ് ഒക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് വിചാരിച്ചത്. പിന്നെ ഈ ബെഞ്ച് ഇത് ഒരു ഇന്ററാക്റ്റീവ് ബെഞ്ചാണ്. സുഖമായിട്ടിരിക്കാം. ഇരിക്കാൻ പറ്റുമോ? ഓക്കെ, ഞാനിരുന്നിട്ടും സ്ട്രോങ്ങർ ആണ്. അപ്പൊ ഓക്കെയാണ്. ഒരു ഇന്ററാക്റ്റീവ് ബെഞ്ചാണ്. നമ്മളത് ഇതും രാവണന്റെ വീണയുടെ ഒരു കോൺസെപ്റ്റ് ആണ്. താഴെ അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട്
സെറ്റ് ആക്കിയ അങ്ങനെ. പിന്നെ ഗ്രാമഫോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രാമഫോൺ നമ്മുടെ ഫാബ് അക്കാഡമി ഗ്രാജുവേറ്റ് ഉണ്ടായിരുന്നു. വർക്കിംഗ് ആണോ? അത് വർക്കിംഗ് സൗണ്ട് വരും. ഓക്കെ, ഇതിന്നാണ് സൗണ്ട് വരുന്നത്. ഇത് സ്പീക്കർ ഒന്നും അല്ല. ഇല്ല, ഇതിന്ന് സൗണ്ട് വരും. സോ ബേസിക്കലി ഇതൊരു ഗ്രാമഫോൺ ആണ്, ബട്ട് മോഡേണൈസ് വേർഷൻ ഓഫ് എ ഗ്രാമഫോൺ. അപ്പൊ ഇത് സ്പോട്ടിഫൈ ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോ ഇതിലെന്താ വെച്ചാൽ നമ്മുടെ കൺവെൻഷണൽ റെക്കോർഡ് പ്ലേസിൽ ഒരു റെക്കോർഡിൽ നമുക്ക് ഒരു പാട്ട് റെക്കോർഡ് ചെയ്താൽ ദാറ്റ്സ് വാട്ട് യു ഹാവ്. ബട്ട് ഇതിന്റെ ഉള്ളിൽ യു ക്യാൻ സ്റ്റോർ എനി amount ഓഫ് സോങ്സ് ഇൻ ടു യുവർ സ്പോട്ടിഫൈ. അപ്പൊ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം, എപ്പോ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഇതിന്റെ ഉള്ളില് നിങ്ങൾക്ക് മൂഡ് അനുസരിച്ച് നിങ്ങളുടെ റെക്കോർഡ്സ് ഉണ്ടാക്കാം. ഇപ്പൊ ഈ റെക്കോർഡ് കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതിൽ മ്യൂസിക് ഉണ്ട്. ഇതിന്റെ ഉള്ളില് ഒരു NFC ടാഗ് ഉണ്ട്. ഈ NFC ടാഗ് സ്കാൻ ആയിട്ടാണ് റെക്കോർഡ് ചെയ്ത് സ്പോട്ടിഫൈ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ എനിത്തിങ് ക്യാൻ ബി എ റെക്കോർഡ്. അപ്പൊ ഇത് ഐ സി ഇറ്റ് ആസ് ഒരു പീസ് ഓഫ് ആർട്ട്, ഒരു ഓപ്പൺ സോഴ്സ് പ്രൊജക്ട് ആണോ? ഇത് ഓപ്പൺ സോഴ്സ് പ്രൊജക്ട് ആണ്. ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാം. ഷുവർ. അതിന്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ ചെക്ക് ചെയ്യാം, സ്റ്റാർ ചെയ്യാം. അപ്പൊ നമ്മുടെ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഫാബ് അക്കാഡമി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇവിടെ റൺ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോജക്ട്. അപ്പൊ എല്ലാം ഓപ്പൺ സോഴ്സ് പ്രോജക്ട്സ് അടിപൊളിയാണ്. ഏതെങ്കിലും പേജ് ഉണ്ടോ? നമ്മുടെ ഫാബ് ലാബ് കേരള ഒരു പേജ് ഉണ്ട്. അതില് ഫാബ് ലാബിന്റെ പ്രൊജക്ട്സ് ഉണ്ട്. ഫാബ് അക്കാഡമി നമ്മൾ എല്ലാ വർഷവും ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ പറയാം, അത് 3D പ്രിന്റ് ചെയ്ത ഈ ഡീറ്റെയിൽസ് ഒക്കെ. ഓ, ഇതെല്ലാം ഇത് 3D പ്രിന്റഡ് ആണ്. ഇത് മെറ്റൽ 3D പ്രിന്റിംഗ് ഉണ്ട്. ചെയ്ത് പെയിന്റ് അടിച്ചെടുത്തതാണ്. PLA ബയോപ്ലാസ്റ്റിക് ആണ്. അപ്പൊ നമ്മൾ കൂടുതൽ സസ്റ്റൈനബിൾ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് പ്രസ് ചെയ്യാറ്. താങ്ക് യു സോ മച്ച്. ഇപ്പം നിൽക്കുന്നത് ഫണ്ടിങ് മാനിയയുടെ വെന്യൂയുടെ അടുത്താണ്. അപ്പോൾ ആ ഒരു വെന്യൂയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫണ്ടിങ്ങിനെ പറ്റിയുള്ള ഒരുപാട് സെഷൻസ്, അത് എക്സ്പേർട്ടായിട്ട് മില്യൺസ് ഓഫ് ഡോളേഴ്സ് അവരുടെ പ്രൊഡക്റ്റിന് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്നതും ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുന്ന ആൾക്കാരാണ് ഇവിടെ സെഷനിൽ സംസാരിക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് SDG സോണുണ്ട്, അതായത് സസ്റ്റൈനബിലിറ്റി, അതുപോലത്തെ ഒരുപാട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്ന വെന്യൂ ഉണ്ട്. അതുപോലെ തന്നെ എലവേറ്റ് പിച്ച് വെന്യൂ ഉണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയ ഉണ്ട്, നമുക്കൊരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ട്, അത് പിച്ച് ചെയ്യണമെന്ന് വെച്ചാൽ അതും നമുക്കിവിടെ സാധിക്കും. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മാഡ്നസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതങ്ങ് ബീച്ച് സൈഡിലാണ്, അടിപൊളിയായിട്ട് വൈബായിട്ട് ബീച്ചിൻ്റെ തൊട്ടടുത്താണ് ആ ഒരു വെന്യൂ ഉള്ളത്. അവിടെ നമുക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച്, ഒരു പ്രൊഡക്റ്റ് എങ്ങനെ യൂസിലോട്ട് എത്തിക്കാം, ആദ്യത്തെ ഒരു 100 കസ്റ്റമേഴ്സിനെ എങ്ങനെ നമുക്ക് സെറ്റാക്കാം, അതുപോലത്തെ ഒരുപാട് സെഷൻസ്. അപ്പോൾ ഇങ്ങനെ പലയിടത്തും പല വെന്യൂസ് ഉള്ളപ്പോൾ നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട്. നമ്മുടെ ഇൻട്രസ്റ്റ് ഏതാണ്, ആ ഒരു ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള വെന്യൂവിൽ പോവാം, അറ്റൻഡ് ചെയ്യാം, അവിടുത്തെ സ്പീക്കേഴ്സിനെ കണക്ട് ചെയ്യാം. അങ്ങനെ ഒരു ബെനിഫിറ്റാണ് ഈ ഇവൻറ്റിലെ മെയിൻ ഒരു ബെനിഫിറ്റ്. ഇതിലെ സ്പീക്കേഴ്സ് എല്ലാവരും ലിറ്ററലി നമുക്ക് ഇവിടെ ഇറങ്ങി കണക്ട് ചെയ്യാൻ പറ്റും. സ്പീക്കേഴ്സ് നമുക്കറിയാലോ, സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്ത് സക്സസ് ആകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ കണക്ട് ചെയ്താൽ നമ്മളെ നെറ്റ്വർക്ക് വലുതാവും. നെറ്റ്വർക്ക് വലുതായാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ബിയോണ്ട് ദ ഏരിയ നമുക്ക് ബിൽഡ് ചെയ്യാനും പറ്റും. നമുക്ക് ഈവൻസിൻ്റെ വെന്യൂസ് മാത്രമല്ല ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, ഇവിടെ എക്സിബിഷൻ ഹാൾസ് ഉണ്ട്. ഇവിടെ ഒരുപാട് ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ 2-3 ഹാൾസ് ഇതുപോലെ എക്സിബിഷൻ്റെ വെന്യൂ ആയിട്ട് തന്നെ ഉണ്ട്. നമുക്കെന്നാൽ ഇനി കുറച്ച് പ്രൊഡക്റ്റ് ഡെമോസ് കണ്ടാലോ. ഇവിടെ എക്സിബിഷൻ സെൻറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി പ്രൊഡക്റ്റ് ഡെമോസ് നോക്കാം. നമുക്കിവിടെ മെറ്റയുടെ സ്റ്റാള് കാണാം. ഇതുപോലെ ഒരുപാട് സ്റ്റാൾസ് ഉണ്ട്. അവിടെ നമുക്ക് ജെൻ റോബോട്ടിക്സിൻ്റെ സ്റ്റാൾ കാണാം. കഴിഞ്ഞ വർഷം ഞാൻ ആൾറെഡി ഒരു വീഡിയോ ഇട്ടതാണ് ഹഡിൽ ഗ്ലോബലിൻ്റെ. അപ്പോൾ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ് അത്. ജസ്റ്റ് ബേസിക്കലി ഇത്രയുള്ള മാൻ ഹോളിലുള്ള വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റോബോട്ടാണ്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ കുറച്ച് ഡ്രോൺസ് ഇരിക്കുന്നത് കാണാം. ഇത് ഡ്രോൺ ഇമാജിനേഷൻ കമ്പനിയുടേതാണ്. അപ്പോൾ ഡ്രോൺ ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ എനിക്കൊരു പേഴ്സണൽ ബന്ധമുണ്ട്. ഞാൻ ഡ്രോൺ പറത്താൻ പഠിച്ചതല്ല, ഡ്രോൺ ഇമാജിനേഷനിൽ പോയ ആൾ. അപ്പോൾ ഇവിടെ കുറച്ച് ഡ്രോൺസും സിമുലേറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് ഓരോന്നും ചെയ്ത് നോക്കാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് ഡ്രോൺ പഠിക്കണം, ഡ്രോണിൽ സിനിമാറ്റോഗ്രാഫി ചെയ്യണം, അതിന് പുറത്ത് FPV ഡ്രോൺ ഫ്ലിപ്പ് ചെയ്തൊക്കെ പഠിക്കണം, പ്ലസ് ഡ്രോൺ ബിൽഡ് ചെയ്യണം, അതിൻ്റെ പുറത്ത് ഡിപ്ലോമ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഡ്രോൺ ഇമാജിനേഷൻ എന്ന് നമ്മുടെ കൂടെ സിറാജ് കൂടിയിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ ഡ്രോൺ ഇരിപ്പുണ്ട്. അതെന്താണെന്ന് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നമ്മൾ NITന്റെ കൂടെ റിസർച്ച് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തൊരു ഡ്രോണാണ് ഇതെന്ന് പറഞ്ഞാൽ. നമ്മൾ ട്രാഫിക് അനാലിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്രോൺ യൂസ് ചെയ്യുന്നത്. അതായത് റിയൽ ടൈമായിട്ട് ഒരു കമ്പാനിയൻ കമ്പ്യൂട്ടറിൽ ജെറ്റ്സൺ നാനോ വരുന്നത്. അത് റിയൽ ടൈമായിട്ട് ട്രാഫിക്കിനെ കൺജഷൻ അനലൈസ് ചെയ്യും. അതേപോലെ തന്നെ കൺട്രോൾ റൂമിലേക്ക് സിഗ്നൽ കൊടുക്കും, എത്രമാത്രം ട്രാഫിക്കിന്റെ കൺജഷൻ അതിനനുസരിച്ച് സിഗ്നൽ മാറും. അതിനനുസരിച്ച് സിഗ്നൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസർച്ച് ഡെവലപ്മെന്റ് ഇന്ത്യ ആൻഡ് ഫ്രാൻസും കൂടിയിട്ടുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ഓക്കെ, അടിപൊളി. ഓക്കെ. അപ്പോൾ അവിടെ സ്റ്റുഡൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്താണോ? സ്റ്റുഡൻസ് അല്ല, അവിടുത്തെ പ്രൊഫസർമാരായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇൻഡസ്ട്രിയൽ പാർട്ണറാണ്
ആണ് NIT കാലിക്കറ്റ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഡ്രോൺസ് ഉണ്ടോ നമുക്ക് ഇവിടെ? ഡ്രോൺസ് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ആ ചെറിയ ഡ്രോൺ ഇരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ IRTC എന്ന് പറയും, അതായത് റൂറൽ ട്രെയിനിങ് സെന്റർ. അവർ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് റിസർച്ച് ഡെവലപ്മെന്റിൽ ഒരു ഡ്രോൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഇൻഡോറിലും കൂടി വിഷനിൽ നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒബ്ജക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രോണാണ്. അതിനുവേണ്ടി നമ്മൾ അവരുടെ കൂടെ റിസർച്ച് ഡെവലപ്മെന്റ് ചെയ്യുന്ന ഡ്രോണാണ്. അതൊന്ന് എടുത്ത് കാണിക്കാൻ പറ്റുമോ? ലൈക്ക് അല്ലെങ്കിൽ അത് ഏതാണെന്നൊന്ന് പോയിന്റ് ചെയ്യാവോ? ഇത് നമുക്ക് വർക്ക് ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടില്ല, ചെയ്തോണ്ടിരിക്കും. ഓക്കെ, ഇത് വീഡിയോയിൽ വന്ന വിഷയമല്ലല്ലോ അല്ലേ? ഇപ്പോൾ കാണുന്നത് ഒരു അഗ്രികൾച്ചർ ഡ്രോണാണ്. കഴിഞ്ഞ ഇയറും ഈ ഒരു സെയിം ഡ്രോണിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡ്രോൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫെർട്ടിലൈസ് ചെയ്യാനുള്ള ഒരു ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ഉണ്ട്, അവിടുത്തെ പ്ലാന്റ്സ് നമുക്ക് ഫെർട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രോണാണ്. നമുക്കിവിടെ ഒരു വലിയൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഇതിൽ നിന്ന് സ്പ്രേ ചെയ്യലാണ് യൂഷ്വലി ചെയ്യാറ്. ഇതൊരു ഏകദേശം ഒരു 7 മിനിറ്റ് കൊണ്ട് 1 ഏക്കർ ഫുള്ള് സ്പ്രേ ചെയ്യും. ആ ഒരു രീതിയിലാണ്. ഇതിപ്പോൾ ജസ്റ്റ് ഫാമേഴ്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു ട്രെയിനിങ് കിട്ടും. അതിന് പുറത്ത് ഇപ്പം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു പ്ലോട്ടൊന്ന് മാപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ടേക്ക് ഓഫ് ചെയ്യണതും ലാൻഡ് ചെയ്യണതെല്ലാം ഓട്ടോമാറ്റഡാണ്. അതിന് ശേഷം പോയി പറന്ന് സ്പ്രേ ചെയ്ത് തിരിച്ചു വരുന്നത് വരെയുള്ള ഫുൾ കാര്യങ്ങൾ ഓട്ടോമാറ്റഡ് ആണ്. അപ്പോൾ ഇതുപോലൊരു അടിപൊളി സംഭവമാണ്. ഇപ്പോൾ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് വേണ്ട ഒരു എക്കോണമിയാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സ്റ്റാർട്ടപ്സ് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ ഐഡിയ ആയിക്കോട്ടെ, നിങ്ങളും അടിപൊളി പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനിവിടെ കാര്യമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ മൈസെൽഫ് സിജ, വി ആർ റെയിൽവേസ്, ഒരു ടെക് എനാബിൾഡ് ആയിട്ടുള്ള അഫോർഡബിൾ ക്വിക്ക് സർവീസ് ബ്രാൻഡാണ്. എയിമിംഗ് ടു റെവല്യൂഷനൈസ് ട്രാവൽ ഡൈനിങ്. അതായത് ട്രാവലേഴ്സ്, എസ്പെഷ്യലി റെയിൽവേ ട്രാവലേഴ്സ്, ഇന്ന് ഫുഡിന് വേണ്ടി അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ലോഞ്ച് ആയ ബ്രാൻഡാണ് റെയിൽവേ. സോ നമുക്കിപ്പോൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത്, കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷന്റെ പുറത്തുമായിട്ട് 2 ഔട്ട്ലെറ്റാണ് ഉള്ളത്. നമ്മളിപ്പോ കേരള ഗവൺമെന്റ് ആയിട്ടൊരു കൊളാബറേഷൻ സൈൻ ചെയ്തിട്ടുണ്ട്, MOU സൈൻ ചെയ്തിട്ടുണ്ട്. 10 KSRTC ബസ് സ്റ്റേഷൻസിലോട്ട് റെയിൽവേക്ക് വരുന്ന രീതിയിൽ. സോ ഇപ്പോ ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര, എറണാകുളം എന്ന് 4 ബസ് സ്റ്റേഷനിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെനു വരുന്നത് റാപ്സ് ആണ്. ഇതാണ് നമ്മുടെ പാക്കേജിങ് വരുന്നത്. സോ ഒബിയസ്ലി എല്ലാവരും ചോദിക്കുന്നത് എന്തുകൊണ്ട് റാപ്സ്, എന്തുകൊണ്ട് മറ്റു പ്രൊഡക്ട്സ് അല്ല എന്നുള്ളത്. റാപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മീൽ റീപ്ലേസ്മെന്റ് ആണ്. ഒരു മീലിന്റെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും യാത്രക്കാർക്ക് ഒരു മീൽ കഴിക്കുന്ന അതേ ഒരു ക്വാണ്ടിറ്റിയിൽ ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഓപ്ഷൻ സെർവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് യാത്രക്കാർക്കുള്ള പ്രശ്നങ്ങൾ ടൈം ആയിക്കോട്ടെ, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന 3 മിനിറ്റിന്റെ താഴെ ടൈമാണ് നമ്മൾ ഫുഡ് പ്രിപ്പറേഷൻ വേണ്ടി എടുക്കുന്നത്. അതുപോലെ അവർക്ക് കൺവീനിയൻസ് ആയിക്കോട്ടെ, ഈ ഒരു മെസ്സി ആയിട്ടുള്ള ട്രെയിൻ എൻവയോൺമെന്റിൽ നിന്ന് കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ മറ്റു മീൽസിനെ പോലെ നമ്മളവിടെ ഈ രീതിയിലുള്ള പാക്കേജിങ്ങും ഒരു കൺവീനിയന്റ് ഫുഡ് ഓപ്ഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അവർക്ക് നിന്നോ ഇരുന്നോ ഒറ്റ കയ്യിൽ ഇരുന്നിട്ടോ കഴിക്കാൻ പറ്റുന്ന ഒരു ISP എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് ആണോ വേ ഓഫ് ഡെലിവറി ആണോ? ബോത്ത്. നമ്മുടെ USP വരുന്നത് സ്റ്റാൻഡേർഡ്, ഹൈജീനിക്, അഫോർഡബിൾ, ആ ഒരു ഇതിലാണ്. ഹാൻഡ് വാഷ് ഫ്രീ എന്നുള്ള കോൺസെപ്റ്റ്. നമുക്ക് കൈ പോലും കഴിക്കേണ്ട, അത് ട്രെയിനിൽ മേ ബി നമുക്ക് വാട്ടറിനോ ആ രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു കൈ പോലും കഴുകണ്ടാത്ത രീതിയിലാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ വരുന്നത്. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് റാപ്പ് ആണോ അതോ മൾട്ടിപ്പിൾ ടൈപ്പ്? നമുക്കൊരു 10 വെറൈറ്റീസ് ഓഫ് റാപ്സ് ആണ് ഉള്ളത്. ലൈക്ക് വെജും നോൺ വെജ് ഓപ്ഷൻസും ഉണ്ട്. എല്ലാ രീതിയിലും ഡയറ്ററി പ്രിഫറൻസ് ഉള്ള ആൾക്കാർക്കും പറ്റുന്നത്. ട്രെയിനിലാണെന്നുണ്ടെങ്കിൽ എറണാകുളം ആ ഒരു ഏരിയയിൽ മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മളിപ്പോ ഈ ഒരു 2 റെയിൽവേ സ്റ്റേഷൻ ബേസിലായിട്ട് 2 ഔട്ട്ലെറ്റ് ആണ് ഉള്ളത്. അപ്പൊ നമുക്കൊരു എറണാകുളം കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബോർഡ് ചെയ്ത് പോകുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഔട്ട്ലെറ്റ് ലൊക്കേറ്റ് ചെയ്ത നേരെ ഈസി ആക്സസിബിൾ ആയിട്ട് റെയിൽവേ സ്റ്റേഷന് തൊട്ട് വരണം. നമുക്ക് ട്രെയിനിന്റെ കേസിൽ നമുക്കിപ്പോ സ്വിഗ്ഗി, സൊമാറ്റോ പോലത്തെ ആപ്സുകൾ യൂസ് ചെയ്താൽ നമുക്ക് IRCTC ഫുഡ് ഓൺ ട്രാക്ക് ആപ്പ് വരുന്നത്. അപ്പൊ അതിൽ നമുക്ക് റാപ്സ് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പൊ അതും നമ്മുടെ റെയിൽ റോൾസും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? കസ്റ്റമേഴ്സിന് പൊതുവെ ഉള്ളത് ഒരു അൺസർട്ടനിറ്റി ആണ്. ലൈക്ക് അവര് സ്വിഗ്ഗി, സൊമാറ്റോ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് അപ്പാർട്ട് ഫ്രം റിവ്യൂ ഈ ഒരു ബ്രാൻഡ് എന്താണ്, ഈ ബ്രാൻഡിന്റെ ഫുഡിന്റെ ക്വാളിറ്റി എന്താണ്, ലൈക്ക് ക്വാണ്ടിറ്റി എന്തായിരിക്കും എന്നുള്ള ഒരു അൺസർട്ടനിറ്റി ആണ് നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഇഷ്യൂ റെയിൽ റോൾസിലെ ബ്രാൻഡ് ആൾക്കാരിലേക്ക് എത്തുന്ന ടൈമിൽ, ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡ് എത്തുന്ന ടൈമിൽ ആ ഒരു ഇഷ്യൂ നമ്മൾ സോൾവ് ആക്കി കൊടുക്കണം. പിന്നെ അതിന്റെ പുറമെ വരുന്നത് സ്വിഗ്ഗി, സൊമാറ്റോന്റെ ഡെലിവറി ഇഷ്യൂസിനെക്കാളും നമുക്കൊന്നുകൂടി ഈസി ആക്സസിബിൾ ആണ്. അതായത് ട്രെയിൻ ഡിലേ ആയി കഴിഞ്ഞാലോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കുന്നില്ല. കാരണം നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത് റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ, നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ വൈസും അതുപോലെ മറ്റ് ട്രാവൽ ഹബ്സ് വൈസും നമ്മളിങ്ങനെ എക്സ്പാൻഡ് ആയിട്ട് ചെയ്യാനാണ്. കഴിഞ്ഞ ഹഡിൽ ഗ്ലോബലിൽ ഒരു ഐഡിയ കൊണ്ട് മാത്രം വന്നൊരു വ്യക്തി ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്.
കാരണം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു ഗ്രാൻഡ് എടുത്തതും അതിന് പുറത്ത് പുള്ളിക്ക് ആ ഒരു ഐഡിയനോടുള്ള മിഷനും കാരണം ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അഗ്രിടെക്കിൽ വീണ്ടും ഒരു അടിപൊളി പ്രൊഡക്റ്റ് ഇവിടെ കണ്ടിരിക്കുകയാണ്. ആൾട്ടർസേജ് കമ്പനി ബിൽഡ് ചെയ്തിരിക്കുന്ന കോക്കോ ബോട്ടാണ്. നമുക്ക് തെങ്ങിൽ കയറി തേങ്ങ പറിക്കുന്നത് മാത്രമല്ല, അതിന് പുറത്ത് ഓല എടുക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഫൗണ്ടർ ആൻഡ് സിഇഒൻ്റെ അടുത്ത് തന്നെ സംസാരിക്കാം. അശ്വിൻ ബ്രോ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ എൻ്റെ പേര് അശ്വിൻ, ഫൗണ്ടർ ആൻഡ് സിഇഒ ഓഫ് ആൾട്ടർസേജ് ഇന്നോവേഷൻസ്. സോ നമ്മുടെ ഫസ്റ്റ് ലോഞ്ചിങ് പ്രോഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊക്കോ ബോട്ടാണ്, വിച്ച് ഈസ് ദ വേൾഡ്സ് ഫസ്റ്റ് കമേഴ്ഷ്യലി വയബിൾ കോക്കനട്ട് ഹാർവെസ്റ്റിംഗ് റോബോട്ട്. സോ ഈ റോബോട്ട് നമുക്ക് ഏതൊരു തെങ്ങിൻ്റെ മുകളിലും വെറും 5 സെക്കൻഡ്സ് കൊണ്ട് നമ്മൾ ഫിക്സ് ചെയ്യാൻ പറ്റും. ഒരു സ്വിച്ച് അമർത്തിയാൽ മതി, അടുത്ത 1 മിനിറ്റ് കൊണ്ട് തെങ്ങിൻ്റെ മുകളിലെത്തും. വിത്തിൻ നെക്സ്റ്റ് 3 to 4 minutes കോക്കനട്ട് ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തേങ്ങ വലിക്കാനായാലും അതുപോലെ തന്നെ ഓല വെട്ടാനായാലും അതൊക്കെ കഴിഞ്ഞിട്ട് താഴോട്ടെത്തും. സോ അത്രയ്ക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഡെവലപ്പ് ചെയ്തൊരു കോമ്പാക്ട് ലൈറ്റ് വെയ്റ്റ് റോബോട്ടിക് സൊല്യൂഷനാണ് കൊക്കോ ബോട്ട്. ഇതിൻ്റെ ഭാരം വരുന്നത് അറൗണ്ട് ഒരു 11 to 12 kgs ആണ്, വിച്ച് മീൻസ് ഇറ്റ്സ് എ സിംഗിൾ ഓപ്പറേറ്റർ, ഒരാൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. So that's it. This is the Gen 2 version. Gen 3 will be the market-ready version of CocoBot, which will be launched within next 6 to 8 months. സോ അടിപൊളി. ഇതിപ്പോൾ മാനുവൽ ആണല്ലോ, നിങ്ങൾക്ക് ഇനി ഇത് ഓട്ടോമേറ്റഡ് ആക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? തീർച്ചയായും. കാരണം നമുക്ക് ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഒരു വിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളി ഓട്ടോണമസ് ഹാർവെസ്റ്റിംഗ് ആണ്. കാരണം എൻ്റെ ഒരു വിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരു കൊക്കോ ബോട്ടിന് ഒരു ഓപ്പറേറ്റർ വേണം, 1 operator for 1 കൊക്കോ. ഇത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ AI ഓട്ടോണമസ് ഹാർവെസ്റ്റിംഗ് അത് ഇംപ്ലിമെന്റേഷൻ അതിലോട്ട് വരും. അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് അറ്റ് എ ടൈം ഒരു 5 കൊക്കോ ബോട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിപ്ലോയ് ചെയ്ത് വിട്ടാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഡ്രാസ്റ്റിക്കലി അതിന്റെ ഒരു എഫിഷ്യൻസി വർദ്ധിക്കും. ഓക്കെ. ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിൽ തേങ്ങ പറിക്കാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികളാണല്ലോ. തീർച്ചയായും. അപ്പോൾ അതിനൊരു ബെറ്റർ സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമ്മളിതിപ്പോൾ പുറത്ത് ഇറങ്ങുമ്പോൾ എത്രയൊക്കെ ആയിരിക്കും ഒരു കോസ്റ്റ് വരാം? കോസ്റ്റ് ഞാനിപ്പം ആക്ച്വലി പറയുന്നില്ല, കാരണം നമ്മളത് എന്താ പറയാ Gen 3 ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. എന്നാലും I can say one thing, like it will be on the affordable side for both the households അതുപോലെ തന്നെ ബിസിനസ് ടീം. ഓക്കെ, ഹൗസ് ഹോൾഡിന് വാങ്ങിച്ചു വെച്ചാലും നഷ്ടമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രൈസിംഗ് അല്ല, അവര് വാങ്ങിച്ചു വെക്കേണ്ട ആവശ്യം വരില്ല. സൊമാറ്റോ പോലെ ഒരു അൾട്ടിമേറ്റ് ഡോർ സ്റ്റെപ്പ് സൊല്യൂഷൻ സർവീസ് എന്നുള്ള രീതിയിലേക്ക് സ്കേലബിലിറ്റി കുറച്ചുകൂടി അതർ സൈഡിൽ കൂടെ പോകും. അതുപോലെ തന്നെ സെയിൽസും നടക്കും. ഓക്കെ, അടിപൊളി. നമുക്ക് ഓൾറെഡി ഇന്തോനേഷ്യ അടക്കമുള്ള നമ്മളെ ബിഗ്ഗസ്റ്റ് മാർക്കറ്റ്, അവിടെ നിന്നൊക്കെ നമുക്ക് എൻക്വയറീസും ഇന്ത്യയിൽ നിന്ന് മറ്റ് പല സംസ്ഥാനങ്ങളൊക്കെ നമുക്ക് എൻക്വയറീസ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളിത് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ഗ്രാൻഡ് എന്തെങ്കിലും എടുത്തിരുന്നോ അതോ ഓൺ? നമുക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പ്രൊഡക്ടൈസേഷൻ ഗ്രാൻഡ് നമുക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മേക്കർ വില്ലേജിൽ നമ്മൾ ഇൻക്യുബേറ്റഡ് ആണ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തൃശ്ശൂർ, അവിടെ നമുക്ക് അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ നമ്മൾ ഇൻക്യുബേറ്റഡ് ആണ്. അതായത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പ്രൊഡക്ടൈസ് ചെയ്യാൻ വേണ്ടി തന്ന ഗ്രാൻഡ് തിരിച്ച് റീഫണ്ട് കൊടുക്കണ്ട എന്നുള്ള ഒരു എമൗണ്ട് അല്ലേ? ഗ്രാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. അത് കേരള ഗവൺമെന്റിന്റെ അല്ലേ? തീർച്ചയായും. ഓക്കെ, അപ്പൊ കേരള ഗവൺമെന്റ് അത്രമാത്രം സപ്പോർട്ട് തരുന്നുണ്ടല്ലേ? തീർച്ചയായും. അതുകൊണ്ടാണല്ലോ നമ്മളിത്, കാരണം കഴിഞ്ഞ കൊല്ലം ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ വന്നത്. അന്ന് ഈ ആശയന്റെ തലയിലുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം വന്നു എക്സിബിഷൻ ചെയ്യാൻ ഡെവലപ്പ് ആയി. അന്ന് പ്രൊഡക്റ്റ് ഇല്ലായിരുന്നു, പക്ഷെ മൈൻഡിൽ ഐഡിയ മാത്രം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ വരുമ്പോൾ ടീം നമുക്കൊരു IIT നമ്മളിൽ ഒഫീഷ്യൽ ഒരു ഇൻവെസ്റ്റർ ആണ്. സോ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ കാണുന്ന പ്രൊഡക്ട്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? പാക്കേജിംഗ് ആണ് ബേസിക്കലി. തെർമോക്കോളും ബബിൾ റാപ്പിന് പകരം കൊയർ വെച്ച് പാക്ക് ചെയ്യുക, ഓൾട്ടർനേറ്റീവ് ആയി. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രോസസ് ഒക്കെ നോർമലി ഒരു കൊയർ ഉണ്ടാക്കുന്ന പോലെയാണോ? പ്രോസസ് നോർമലി കൊയർ ഉണ്ടാക്കുന്ന കൊയർ മാറ്റ് ഉണ്ടാക്കുന്ന പോലെയാണ്. ഓക്കെ, കൊയർ മാറ്റ് പോലെ ഷീറ്റ് നമ്മൾ വാങ്ങിച്ചിട്ട് ആ ഷീറ്റ് കട്ട് ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പൊ ഇത് വെച്ച് എന്തൊക്കെ ടൈപ്പ് ഓഫ് പാക്കേജിംഗ് ആണ് ഇപ്പൊ കറന്റ് ചെയ്തിട്ടുള്ളത്? നമ്മൾ ചെയ്യുന്നത് പെർഫ്യൂംസിന്റെ പാക്കിംഗ് ഉണ്ട്, ഫ്ലവർ വേസസ് ഉണ്ട്, ടേബിൾ വേസ്റ്റ് എല്ലാം, ഗ്ലാസസ്, ബോട്ടിൽസ്. ഇത് സസ്റ്റൈനബിൾ ആണല്ലോ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ നോർമൽ ഒരു ബബിൾ റാപ്പ് ചെയ്യുന്നതിന്റെ അത്ര കോസ്റ്റ് വരുമോ? അതെങ്ങനെയാണ്? അതിനെക്കാട്ടും കൂടുതലായിരിക്കും. ഓക്കെ, ഇതൊരു ലക്ഷറി സെഗ്മെന്റിൽ ആ ഒരു സെഗ്മെന്റിലുള്ള പ്രൊഡക്ട്സ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കറന്റ് ഏതൊക്കെ ബ്രാൻഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്? കറന്റ് നമ്മൾ ചെറിയ ബ്രാൻഡ്സിലാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഓക്കെ, നമ്മൾ തുടങ്ങിയിട്ടൊരു 1 year ആയില്ല. ഓക്കെ, അടിപൊളി. എന്തായാലും നല്ല കിടക്കട്ടെ. ഓക്കെ, പേരെന്തായിരുന്നു? ദേവനന്ദ്. ഓക്കെ, ഫൗണ്ടർ ആണല്ലേ? ഓക്കെ. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മിസ്റ്റർ സിമിയോൺ സാമുവലാണ്. അപ്പോൾ പ്രൊഡക്റ്റ് എന്താണ്? നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എക്മി AI, അതായത് എക്സാംസ് എങ്ങനെ നമുക്ക് പേഴ്സണലൈസ് ചെയ്ത് പഠിച്ച് പാസ്സാകാം, അതിൻ്റെ ഒരു AI പ്രോഡക്റ്റാണ്. നമ്മളതിനെ വിളിക്കുന്നത് പേഴ്സണൽ ലേണിംഗ് കമ്പാനിയൻ ടു ക്രാക്ക് എക്സാംസ്. ദിസ് ഇസ് പ്രോബ്ലി ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ. നമ്മുടെ ഡെമോ, നമ്മളിപ്പോൾ ഒരു ബീറ്റ വേർഷനാണ് മിനിഞ്ഞാന്ന് ലോഞ്ച് ചെയ്തത്.
നമുക്ക് പറയുന്ന മെയിനായിട്ട് 3 കാര്യങ്ങളാണുള്ളത്. ബേസിക്കലി നമ്മൾ സോൾവ് ചെയ്യുന്ന ആ കുട്ടികൾക്ക് എങ്ങനെ ഇന്റലിജന്റ് ആയിട്ട് എക്സാം പഠിച്ച് പാസ്സാകാമെന്നുള്ളതാണ്. കുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കും, പലയിടത്ത് പോയി പഠിക്കും, പക്ഷെ എന്നാലും അവസാനം 1 മാസം മുന്നേ പരീക്ഷയുടെ അല്ലെങ്കിൽ ഒരു 2 ആഴ്ച മുന്നേ അവർ ടെൻഷൻ അടിക്കും, ബ്ലാങ്ക് ഒരു അവസ്ഥയായിരിക്കും, സോൺഡ് ഔട്ടോ, എന്തറിയാം എന്തറിയത്തില്ല, ഒരു പ്രത്യേക സൗണ്ട്. അവർക്ക് അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ എക്സാമിൽ ആക്ച്വലി റിഫ്ലക്ട് ചെയ്യണമെന്നില്ല. നമ്മളത് എങ്ങനെ ചെയ്യുന്നത്? വി ഗിവ് ദം എ പേഴ്സണലൈസ്ഡ് ലേണിംഗ് കലണ്ടർ, എ ലേണിംഗ് പാത്ത് ടു വാട്ട് ടു സ്റ്റഡി, വാട്ട് നോട്ട് ടു സ്റ്റഡി, എന്ത് പഠിക്കണം എന്ത് പഠിക്കണ്ട, അതൊരു ഷെഡ്യൂൾ പോലെ നമ്മൾ ഒരു കലണ്ടർ യൂസ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അത് അഡാപ്റ്റീവ് ആയിരിക്കും, അതായത് ഓരോ കുട്ടികൾക്ക് അവരുടെ ലെവൽ അനുസരിച്ച് പഠിച്ചു പോകും. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഇതൊരു നമ്മുടെ ഒരു ഹൈലൈറ്റ് ആണ്, സീ ഹൗ യു തിങ്ക്. അതായത് ഇപ്പം നമ്മൾ ബാക്ക് ബെഞ്ചേഴ്സ് ആണ്, അല്ല നടുക്കിരിക്കുന്നവരാണ്, നമ്മൾ പലപ്പോഴും പരീക്ഷ ചിന്തിക്കും ഫ്രണ്ട് ബെഞ്ചേഴ്സായ കുട്ടികൾ എങ്ങനെ ഇത്ര മാർക്ക് കിട്ടുന്നു, അവരെങ്ങനെ ചിന്തിക്കുന്നു. സെയിം ആശയം, നമുക്കെങ്ങനെ ഒരു എക്സ്പേർട്ടായ ഒരാൾ ചിന്തിക്കുന്നു നമുക്ക് കാണാൻ പറ്റും. ചിന്തിക്കുന്നത് കാണുക, സീ ഹൗ യു തിങ്ക്, അതാണ് നമ്മുടെ ഹൈലൈറ്റ്. ഒരു വളരെ പെട്ടെന്ന് നമ്മുടെ പ്രോഡക്റ്റ് ഡെമോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒരു ലേണിംഗ് പാത്ത് എന്ന് വിഷ്വലൈസ് ചെയ്യുന്നത്, അഡാപ്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ്. ഇത് ഓരോ കുട്ടികളുടെ ഡേറ്റ പോയിന്റ്സ് കളക്ട് ചെയ്ത് ഏത് എക്സാമാണ് നമ്മൾ സെലക്ട് ചെയ്യണം, UPSC ആണോ, IIT ആണോ, കേരള എഞ്ചിനീയറിംഗ് ആണോ, കേരള PSC ആണോ. ഇപ്പോൾ നമ്മുടെ ബീറ്റ ലോഞ്ച് UPSC ആണ്. നമ്മൾ ടാർഗറ്റ് സ്കോർ സെറ്റ് ചെയ്യണം, എത്ര ആണോ. നമ്മൾ പല എക്സാംസിനും 50% മതി പാസ്സാവാൻ. അപ്പോൾ നമ്മൾ ഇച്ചിരി ഒരു എബോ ആയിട്ടൊരു സ്കോർ സെറ്റ് ചെയ്യും. ഡെയിലി എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റും, നമ്മുടെ റഫ് ലെവല് മനസ്സിലാക്കുന്നു. അതിനുശേഷം നമ്മുടെ ആപ്പിലേക്ക് ഓൺബോർഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഒരു ആപ്പിൻ്റെ ബേസിക് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ കലണ്ടർ വ്യൂ ഇവിടെ വരും, ഓരോ കോൺസെപ്റ്റ്, ടോപ്പിക്, സബ് ടോപ്പിക് എന്ത് പഠിക്കണം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ജോഗ്രഫിയിൽ ഒരു കോൺസെപ്റ്റാണ് ഫിസിക്കൽ ജോഗ്രഫി, അത് നമുക്ക് ഏത് ദിവസം നമുക്ക് ഞായറാഴ്ച പഠിക്കുകയാണെങ്കിൽ ഞായറാഴ്ച പഠിക്കാം. നമ്മുടെ ആപ്പ് പ്രീ ലോഡ് ചെയ്ത് നിങ്ങൾക്ക് തരും, പക്ഷെ പിന്നെ നിങ്ങൾക്ക് ഓരോന്ന് കൂടുതൽ യൂസ് ചെയ്യുന്നതനുസരിച്ച് പേഴ്സണലൈസ് ആയിക്കൊണ്ടിരിക്കും. നമുക്കിപ്പം സേ ഫോർ എക്സാമ്പിൾ ബയോടെക്നോളജി ചൊവ്വാഴ്ച പഠിക്കുന്നത് നമുക്കത് വെള്ളിയാഴ്ചത്തേക്ക് ആക്കാം. പിന്നെ ഓവറോൾ ആയിട്ട് നമ്മൾ ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം കഴിഞ്ഞ് എത്ര പഠിച്ചു എന്നുള്ള ഒരു ഇൻഡിക്കേറ്റർ ഇവിടെ കാണിക്കും, ഓവറോൾ ആയിട്ടും കാണിക്കും. അപ്പം നമ്മുടെ ടെൻഷനോ ആങ്ഷ്യസോ അടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഒരു ആപ്പ്, നമ്മുടെ ഒരു കമ്പാനിയൻ എന്ന രീതിയിൽ നമുക്ക് റീഇൻഫോഴ്സ് ചെയ്ത് പറഞ്ഞു തരും. ടെൻഷൻ അടിക്കേണ്ട, ദിസ് ഇസ് വൈ യു സ്റ്റാൻഡ്, ഓൾറെഡി യു സ്റ്റഡീഡ് ദിസ് നെക്സ്റ്റ്. ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. പിന്നെ നമ്മുടെ ആപ്പ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ബേസിക്കലി 2 രീതിയിലാണ്. നമ്മുടെ ആശയം ബേസിക്കലി ലെവൽ അപ്പ് യുവർ സ്കോർ കൂട്ടാനുള്ളതാണ്. 2 രീതിയിലാണ്. ഒന്ന് ലേണിംഗ്, ഒന്ന് പ്രാക്ടീസ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കുക. നമ്മൾ കൂടുതലും കണ്ടന്റ് ഇനി കൊടുക്കുന്നില്ല. കാരണം കുട്ടികൾ ഓൾറെഡി സാച്ചുറേറ്റഡ് ആണ്, ഒത്തിരി കണ്ടന്റ് മാർക്കറ്റിലുണ്ട്. അപ്പം നമ്മുടെ മോഡൽ എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റായിട്ട് നമ്മുടെ ചാറ്റ് ഇൻ്റർഫേസ്, അല്ല നമ്മുടെ AI ഏജൻറ്റ് അതിൽ ട്രെയിൻഡാണ്. അതിൽ പോസ്റ്റ് ട്രെയിനിങ് എന്ന് പറയും. ഓൾറെഡി ഉള്ള ഒത്തിരി കണ്ടന്റ് പ്രീ ട്രെയിൻഡ് ആണ് നമ്മുടെ ബാക്ക് എൻഡിൽ. ആൻഡ് ഓൾസോ വി ഹാവ് പോസ്റ്റ് ട്രെയിൻഡ് ഓൺ സ്ട്രിക്ട് ഗാർഡ് റൂൾസ്. അതായത് ഇറലവൻറ്റ് കണ്ടന്റ് വരത്തില്ല. നമ്മുടെ ഗാർഡ് റൂൾസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കറക്റ്റ് പാറ്റേൺസ് അനുസരിച്ചാണ് നമ്മുടെ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ്. ഈ 2 മെട്രിക്കിൽ ഗാർഡ് റെയിലിൽ വെച്ച് പോസ്റ്റ് ട്രെയിൻഡ് ആണ് നമ്മുടെ ഈ ഒരു മോഡൽ, ചാറ്റ് മോഡൽ. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഫിസിക്കൽ ജോഗ്രഫി കൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഇവിടെ പഠിക്കാൻ പറ്റും. ഏത് രീതിയിൽ വേണം പഠിക്കാൻ പറ്റും, റെലവൻറ്റ് ഫോർ ദിസ് എക്സാം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ പ്രാക്ടീസാണ്. നമുക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ മാത്രം പഠിക്കാം, പെട്ടെന്ന് പഠിക്കാം, വീക്ക് ഏരിയ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഇനി ഹിസ്റ്ററി ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കാനൊരു സാമ്പിൾ ടെസ്റ്റായിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് പോകാം. ഈ ക്വസ്റ്റ്യൻസിൽ പലപ്പോഴും ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇച്ചിരി കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉണ്ട്. അവിടെയാണ് നമ്മുടെ വിഷ്വൽ എക്സ്പ്ലനേഷൻ എന്ന ഫീച്ചർ ഏറ്റവും യൂസ്ഫുൾ ആവുന്നത്. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതായത് ഞാൻ ഈ ഒരു എക്സാം ഇപ്പോൾ എന്ത് ചെയ്യാണ്, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റിച്ചെന്ന് പറഞ്ഞ് ഒരു എക്സ്പ്ലനേഷൻ വായിച്ചെന്ന് പറഞ്ഞ് പഠിത്തം അവിടെ നിർത്തരുത്. അവിടെ ആയിരിക്കും നമ്മൾ തുടങ്ങേണ്ടത്. അതിന് നമുക്ക് 2 രീതി പഠിക്കാം. ഒന്ന് ഡിസ്കസ് വിത്ത് എഡ്യു. ഈ ക്വസ്റ്റ്യന് റെലവൻ്റ് ആയിട്ട് നിങ്ങളെ അറിഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി തരുന്ന ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും ഇവിടെ വരുന്നത്. അതായത് കഴിഞ്ഞ ആഴ്ച ഈ ക്വസ്റ്റ്യൻ റെലവൻ്റ് ആയ കോൺസെപ്റ്റ് നമ്മൾ ശരിയാക്കിയായിരിക്കും തെറ്റിച്ചിരിക്കും. അപ്പം ദിസ് പെർട്ടിക്കുലർ ചാറ്റ് ഫീച്ചർ വിൽ ആക്ച്വലി എക്സ്പ്ലെയിൻ ഇറ്റ് റെലവൻറ്റ് ഫോർ യു. രണ്ടാമത്തെയാണ് നമ്മുടെ ആക്ച്വൽ ഹൈലൈറ്റ് എന്നത് വിഷ്വൽ എക്സ്പ്ലനേഷൻ. സീ ഹൗ യു തിങ്ക് എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ കാണിക്കുന്നത്. റിയൽ ടൈമായിട്ട് ഒരു എക്സ്പെർട്ട് ചിന്തിക്കുന്ന ഒരു മെൻ്റൽ മോഡൽ നമ്മൾ കാണിക്കും ഒരു കുട്ടിയിൽ. ഇത് എസ്പെഷ്യലി റെലവൻറ്റ് ടു കോംപ്ലിക്കേറ്റഡ് റീസണിങ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ IITയുടെ അല്ലെങ്കിൽ CATൻ്റെ റീസണിങ്, അല്ലെങ്കിൽ ഒരു കേരള എഞ്ചിനീയറിംഗ് മെഡിസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ.
എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചിന്തിക്കണം എന്നുള്ള ഒരു റിയൽ ടൈം ലൈവ് ഡെമോൺസ്ട്രേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച്, ഒരു കുട്ടി ഇതിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻ വിഷ്വലി കണ്ടു കഴിഞ്ഞാൽ അവൻ കോൺഫിഡൻ്റ് ആകും. അതാണ് നമ്മുടെ മോഡൽ. ബേസിക്കലി നമ്മൾ ChatGPT, Gemini പോലെ മറ്റ് ഇൻ്റർഫേസിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്ന ഇവിടെ. വി ഓൺ യുവർ ജേർണി ടു ക്രാക്ക് ദി എക്സാം. ദാറ്റ് ഇസ് Redmi. ഇതിൽ app.redmi.co.in you can try out a beta version. Mobile there is a download option. You can actually download also. Okay, we will include the QR code. Mobile version ഉണ്ട്. Itme learning എന്ന ആപ്പ് സ്റ്റോർ ആൻഡ്രോയിഡ് iOS നമ്മളിപ്പോൾ ആക്കിയിട്ടില്ല, 2 ആഴ്ച കഴിഞ്ഞ് ആവുന്നു. So this is a B2C application. There are some B2B applications also for board exams and schools and universities. അത് ഉടനെ തന്നെ വരുന്നതായിരിക്കും. So we are actually based in US. നമ്മുടെ ബാക്ക് എൻഡ് ഓഫീസ് ടെക്നോപാർക്കിലാണ്. സോ എന്ത് ഫീഡ്ബാക്ക് സജഷൻസ് ഉണ്ടെങ്കിലും ലിങ്ക്ഡിൽ നമുക്ക് പേജ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് @me_AI എന്നൊരു പേജ് ഉണ്ട്. പ്ലീസ് ലെറ്റ് us know your feedback. It is very valuable. നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഫേസിൽ ഭയങ്കര വാല്യൂബിൾ ആണ്. ബിക്കോസ് വി ആർ ആക്ച്വലി ബിൽഡിംഗ് ദിസ് ടു സോൾവ് പെയിൻ പോയിന്റ്സ് ഫോർ ദി വെരി ആവറേജ് യൂസർ. ഏത് കുട്ടിക്കും പഠിച്ച് പാസ്സാവണം എന്നുള്ള ഒരു ആശയത്തിലാണ് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അടിപൊളി. നമ്മൾ പലതരം സ്റ്റാർട്ടപ്സ് കാണാറുണ്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റി സ്റ്റാർട്ടപ്പാണ്. കാരണം സസ്റ്റൈനബിലിറ്റീനെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ പ്രകൃതിനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നാടിനെ നന്നാക്കാന്നൊക്കെ പറയില്ല, അതുപോലെ പ്രകൃതിനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ളൊരു സ്റ്റാർട്ടപ്പാണ്. ഇവരൊരു പെയിൻ്റാണ് ഇവരുടെ മെയിൻ പ്രൊഡക്റ്റ്. ആ പെയിൻറ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അഖിൽ പറഞ്ഞു തരുന്നതാണ്. ക്ലൈമറ്റ് ചേഞ്ച് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞങ്ങൾ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന പൊല്യൂട്ടൻസ് ആണ് റെസ്പിറേറ്ററി ഡിസീസ്, അതായത് ലങ് ഡിസീസിനും കാർഡിയാക് ഡിസീസിനും ഏറ്റവും കൂടുതൽ കോസ് ചെയ്യുന്നത്. ആ പൊല്യൂട്ടൻസിനെ ഞങ്ങൾ റിക്കവർ ചെയ്തിട്ട് യൂസിങ് നാനോ ടെക്നോളജി ഞങ്ങൾ അതൊരു പെയിൻ്റായി കൺവേർട്ട് ചെയ്യണം. ആ പെയിൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് മെറീനാണ്, ഷിപ്പിംഗ് ആണ്. ഷിപ്പിൻ്റെ ഹള്ളിൽ കോട്ട് ചെയ്യുന്ന ഒരു പെയിൻ്റാണ്. ദിസ് ഇസ് ദ വേൾഡ്സ് ഫസ്റ്റ് കാർബൺ നെഗറ്റീവ് പെയിൻറ്റ്. അത് ഈ പെയിന്റ് ഉണ്ടാക്കാൻ കാർബൺ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? കാർബൺ ന്യൂട്രൽ എന്ന് പറയുമ്പോൾ ദർ ഇസ് നോ സീറോ ഡാമേജ് എന്നാണ്. ഇത് ലൈക്ക് ഇതിൽ കാർബൺ ഓഫ്സെറ്റിംഗ് കൂടുതലാണ്. ഈ കാർബൺ ഓഫ്സെറ്റ് ചെയ്ത കാർബൺ നമുക്ക് വേറെ എന്തെങ്കിലും എവിടെയെങ്കിലും പൊല്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഷിപ്പിന് എന്തെങ്കിലും ഫ്യൂവൽ പൊല്യൂഷൻ ഉണ്ടാവും, അതിലേക്ക് ഇത് ഓഫ്സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷിപ്പിംഗ് നെറ്റ് സീറോ എന്നുള്ള ഗോൾ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കാർബണിനെക്കാട്ടും എത്രയോ ഇരട്ടി ഞങ്ങൾ സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പോൾ നമ്മൾ നോർമൽ ഇപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്ന പെയിന്റിൽ നിന്ന് കോസ്റ്റ് എഫക്റ്റീവ് ആണോ? ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കാരണം ഇപ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാ മൈൻഡും പ്രോസസ്ഡ് സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ആണ്. ഇതിൽ എയർ പൊല്യൂട്ടൻ്റ് ആണ്, വേസ്റ്റ് ആയി പോകുന്നതാണ് റോ മെറ്റീരിയൽ. പിന്നെ അതിന്റെ ഒരു അതർ സൈഡ് എന്താ വെച്ചാൽ ഈ ബാർണിക്കൽസ് എന്ന് പറഞ്ഞ മറീൻ ഓർഗാനിസംസ് ആണ്. ഇത് വന്ന് പിടിച്ചതിന് ഷിപ്പിന്റെ ഫ്യൂൽ എഫിഷ്യൻസി കുറയും, ക്രൂസ്. അപ്പം ഇതിനെ ഇപ്പോൾ ഉള്ള കോട്ടിങ്സ് ആക്ച്വലി കില്ല് ചെയ്യുക ചെയ്യുന്നത്. അത് ഓരോ പീരീഡ് ഓഫ് ടൈം മറീൻ ഡാമേജ് ഉണ്ടാക്കുന്നത്. UN ഓൾറെഡി കൺവെൻഷൻ ഉണ്ട് അത് യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് 2050 സ്റ്റോപ്പ് ചെയ്യണമെന്ന്. സോ വി ആർ ദ ഫസ്റ്റ് കമ്പനി ഹൂ കെയിം അപ്പ് വിത്ത് വേൾഡിലാണോ ഇന്ത്യയിലാണോ? വേൾഡിൽ ഓൺലി 5 കമ്പനീസിന് മാത്രമേ ഷിപ്പിൽ കോട്ട് ചെയ്യാനുള്ള ലൈക്ക് ലൈസൻസ്ഡ് കോട്ട് ചെയ്യാനുള്ളൂ. ദർ ഇസ് നോ ഇന്ത്യൻ കമ്പനി ഇൻ ദാറ്റ് സ്പേസ്. ഓക്കെ, അടിപൊളി. ഇപ്പൊ കറന്റ് കസ്റ്റമേഴ്സ് ഉണ്ടോ അതോ? ഞങ്ങള് വി ആർ എ കമ്പനി വിച്ച് ഇസ് ഫണ്ടഡ് ബൈ ദ കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഓക്കെ, കൊച്ചിൻ ഷിപ്പ്യാർഡ് മാത്രമേ ഇവിടെ ഡ്രൈ ഡോക്കിംഗ് ചെയ്യുന്നു. ഓക്കെ, അവർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണോ അത് R&D ഗ്രാൻഡ് ഫണ്ടിംഗ് ആണ്? ഡ്രാഗ് ഫണ്ടിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രാൻഡ് ഫണ്ടിംഗ്. ഓക്കെ, ഗ്രാൻഡ് ഫണ്ടിംഗ് ആണ്. 1 crore ഗ്രാൻഡ് ഫണ്ടിംഗ്. ഓക്കെ, അതായത് നമ്മൾ റിട്ടേൺസ് ഒന്നും കൊടുക്കണ്ട, ബട്ട് നമുക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അവര് ഒരു സോഷ്യൽ കോസ്റ്റ് കണ്ടിട്ട് അവരുടെ സെക്ടറിൽ തന്നെയുള്ള മറീനിലുള്ള സെക്ടേഴ്സിനെ അവർ സപ്പോർട്ട് ചെയ്തു. ഇതിനു മുമ്പ് എന്താ ചെയ്തോണ്ടിരുന്നത്? ഞാനൊരു പിഗ്മെന്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തായിരുന്നു. അപ്പം അവിടെ വർക്ക് ചെയ്യുമ്പോൾ എല്ലാ ഇൻഡസ്ട്രിയിലും പോകുമ്പോൾ ദർ ഇസ് ആഫ്റ്റർ എവറി പ്രോസസ് കുറെ വേസ്റ്റ് പോകുന്നുണ്ട് പുറത്തേക്ക്. അത് നേച്ചറിനെ വലിയ രീതിയിൽ ഡാമേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റ് സൈഡിൽ നിന്ന് പ്രഷർ വന്നു കഴിഞ്ഞാലും അത് പലപ്പോഴും ഇംപ്ലിമെന്റ് ആവാറില്ല. അപ്പം ഐ വാസ് തിങ്കിങ് വാട്ട് can I do to the nature? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലും ബ്രോ തന്നെയാണോ മെയിൻലി? ഞങ്ങൾ അതിന്റെ CTO ഉണ്ട്. പുള്ളി NIT കാലിക്കറ്റിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് മെറ്റീരിയൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് HOD ആണ്. ഹി ഈസ് ദ ടെക്നിക്കൽ. ഗ്രാൻഡ് എടുക്കാൻ വേണ്ടി എങ്ങനെയായിരുന്നു നിങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യലായിരുന്നോ? അവർ ഒരു ഗ്രാൻഡ് കോൾ ഫോർ ചെയ്തിരുന്നു മറീൻ ഇന്നോവേഷൻസിന്. ഞങ്ങൾ കുറെ അപ്ലിക്കേഷൻസ് ഉണ്ടാവും, അതിലൊരു അറൌണ്ട് 6 rounds ഓഫ് പിച്ചിങ് ഉണ്ടാവും. അത് ഫൈനലി ഞങ്ങൾക്ക് കിട്ടിയതാണ്. ലാസ്റ്റ് ഇയർ ഞങ്ങൾക്ക് ഗ്രാൻഡ് കിട്ടുന്നത്. ഇനീഷ്യലി ദേ ഫണ്ടഡ് us 30 lakhs. കൺഗ്രാറ്റ്സ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് മീറ്റ് അഖിൽ. പ്ലഷർ മീറ്റിംഗ് യു. നല്ല അടിപൊളിയായിട്ട് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഫ്യൂച്ചർ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ ഓക്കെ. ഈ ഒരു സെക്ഷനിൽ വന്നപ്പോൾ കണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. അതായത് ബാച്ചിലർ ഓഫ് ഡിസൈൻസിന് പഠിക്കുന്ന സ്റ്റുഡൻസ്. അപ്പോൾ ആ ഒരു സെം പ്രൊജക്ട്സിനെ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ്. കുറച്ച് അടിപൊളിയായിട്ടുള്ള സംഭവങ്ങൾ ഒന്ന് ജസ്റ്റ് കണ്ടുപോയിക്കോ. നമുക്ക് അമീൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നതായിരിക്കും. ഇതൊരു ബോർഡ് ഗെയിമാണ്. ഞങ്ങളുടെ കോളേജിൽ നിന്ന് ചെയ്തതാണ്. ഒരാഴ്ചത്തെ പ്രൊജക്റ്റായിരുന്നു ഇത്. അപ്പം ഇതിൻ്റെ ബേസിക് സംഭവം എന്ന് വെച്ചാൽ ബോർഡിന് എങ്ങനെ ഫങ്ഷൻ യൂസ് ചെയ്തിട്ട് കളിക്കാൻ പറ്റും, സ്റ്റാറ്റിക് അല്ലാതെ മൂവ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഒരു ഫംഗ്ഷനിൽ തുടങ്ങിയ ഗെയിമാണ്.
ഒരു ലൂപ്പിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാന്നാണ് ഈ ബോർഡ് ഗെയിമിൻ്റെ തീം. ഈ ഒരു ബോർഡ് ഗെയിമിന്റെ പേര് തന്നെ ചുരുളിയെന്നാണ്. അങ്ങനെ അറിയോ? ചുരുളി സിനിമ പോലെ ഒരു ലൂപ്പാണ്. അപ്പോൾ അടുത്തൊരു സംഭവം കാണുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? സോ ഇതൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ വേസ്റ്റിൽ നിന്ന് ലൈഫ് സ്റ്റൈൽ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നതാണ്. ഒരു പേപ്പർ പൾപ്പാക്കി അത് പിന്നെ ഒരു സോൾഫൈ ചെയ്തിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ പേര് പാറ്റേൺ. ഓക്കെ, സീനിയറിന്റെ ഇത് പേപ്പർ വെച്ച് ഉണ്ടാക്കിയതാണ് അല്ലേ? വെള്ളം കുടിക്കാൻ പറ്റുമല്ലോ? കോട്ടിങ് ചെയ്താൽ പറ്റുമല്ലേ? ഓക്കെ. ഇത് ലൈക്ക് പെൻ ഹോൾഡർ പോലത്തെ. ഓ, പെൻ ഹോൾഡർ ആണ്. ഓക്കെ, കപ്പല്ല, പെൻ ഹോൾഡർ ആണ്. ഇതെന്താ? ജസ്റ്റ് ഇത് സോൾഫൈ ചെയ്താണ്. ഓക്കെ ഓക്കെ. ഡെമോയിൽ കാണിച്ചത്. Hi. So this is a game called Trigonum. The Trigonum എന്ന പേരുള്ള ഇതൊരു സ്ട്രാറ്റജിക് ബോർഡ് ഗെയിം ഡിസൈൻ ആണ്. ലൈക്ക് ചെസ് ഒക്കെ പോലെ തന്നെ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് കളിക്കുന്ന ഒരു ഗെയിമാണ്. സോ ആസ് എ നെയിം മെൻഷൻ Trigonum, അതിന്റെ ബേസിക് ഗെയിം ലൈക്ക് 2 player ഗെയിം ആയിരിക്കും, 2 player ആയിരിക്കും. ഈച്ച് പ്ലെയർ ഒപ്പോണന്റിന്റെ സൈഡിൽ വന്നിട്ട് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാം, അത്രേ ഉള്ളൂ. ഇത് ചെസ് ആണോ? ഇത് ചെസ് തന്നെ, സെയിം ചെസ്. ഓക്കെ, ചെസ് തന്നെയാണ് ഡിഫറൻസ്. ഇത് ബേസിക്കലി സെയിം ചെസ് തന്നെയാണ്. ഇതിനകത്ത് ഡിഫറൻസ് വരുന്നത് പറഞ്ഞാൽ ഇത് ചെസ്സിനെ കംപ്ലീറ്റ്ലി റീബ്രാൻഡ് ചെയ്തതാണ്. അപ്പോൾ ഷോസ് എ വാർ ബിറ്റ്വീൻ പോർച്ചുഗൽ ആൻഡ് കാലിക്കറ്റ്. സോ അതുകൊണ്ട് എലമെന്റ്സിലൊക്കെ അതിൻ്റെതായ ഡിഫറൻസ് കാണാം. ഇപ്പോൾ ഇതും കാലിക്കറ്റും ഇത് പോർച്ചുഗലും ആണ്. അങ്ങനെയാണ്. ഇത് വാർ ബിറ്റ്വീൻ പോർച്ചുഗൽ ആൻഡ് കാലിക്കറ്റിനെ പോലെ ആക്കി വാറിനെ ചെസ് റീബ്രാൻഡ് ചെയ്തത്. ഓക്കെ ഓക്കെ. ഇപ്പോൾ കുറച്ച് ബോർഡ് ഗെയിംസ് കണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഇവിടെ ഒരു തുണിയിലൊക്കെ ഒരു ബോർഡ് ഗെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫ്രം സെയിം കോളേജ്. അപ്പോൾ എൻ്റെ കൂടെ ഇവിടെ അക്ഷിതയും ശ്രുതിയും ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം എന്തായിരുന്നു ഇതിൻ്റെ പുറകിലുള്ള തോട്ട് പ്രോസസ്സും എന്താണ് ഈ ഗെയിമിൻ്റെ കുറച്ച് ഓവർവ്യൂസും. സോ മൈസെൽഫ് അക്ഷിത. സോ ഞാനാണ് ഈ ഗെയിം ഡെവലപ്പ് ചെയ്തത്. ഇത് വന്നിട്ട് നമ്മുടെ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്റ്റൈൽ ഫാബ്രിക് ബേസ്ഡ് ബോർഡ് ഗെയിംസിൽ എപ്പോഴും നമ്മൾ കാണുന്നത് ട്രഡീഷണൽ ഗെയിം പ്ലേയിലോട്ട് ചുരുങ്ങി പോകുക എന്നുള്ളതാണ്. സോ നമുക്കിതിൽ എങ്ങനെ ഒരു മോഡേൺ സ്ട്രാറ്റജി ഗെയിം പ്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള ഒരു ഗോളിലാണ് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിന് പിന്നിൽ ഒരു വിഷൻ കൂടെ ഉണ്ട്. അതായത് ബോർഡ് ഗെയിം മാർക്കറ്റ് വഴി നമുക്കറിയാം ദർ ആർ ലോട്ട് ഓഫ് ട്രഡീഷണൽ ടെക്സ്റ്റൈൽ ആർട്ടിസൻസ്. ഇവരെ നമുക്ക് എങ്ങനെ ബോർഡ് ഗെയിം മാർക്കറ്റ് വഴി അപ്ലിഫ്റ്റ് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റും ഇതിൻ്റെ പിന്നിൽ വരുന്നുണ്ട്. സോ ദ ഗെയിം ഇസ് വെരി സിമ്പിൾ. ഇറ്റ്സ് എ ടൈൽ പ്ലേസ്മെൻറ്റ് ഗെയിം. 2 പേർക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. ടേൺ ബേസ്ഡ് ആയിട്ടായിരിക്കും ഈ ഗെയിം പോകുന്നത്. ടൈൽ പ്ലേസ് ചെയ്ത് ഒരു പാറ്റേൺ ഫോം ചെയ്ത് അതിൻ്റെ പുറത്ത് പവർ ടൈൽസ് ഫിക്സ് ചെയ്ത് ആരാണോ ആദ്യം പവർ ടൈൽസ് തീർക്കുന്നത് അയാളായിരിക്കും വിന്നർ ഈ ഗെയിമിൻ്റെ. 12+ ആണ് ഏജ് ഗ്രൂപ്പ് വരുന്നത്. കാരണം ഗെയിമിൻ്റെ കൊഗ്നേറ്റീവ് ലോഡാണ് 12+ ഏജ് ഗ്രൂപ്പ് വരാൻ കാരണം. ആൻഡ് ഇതിൻ്റെ ടെക്സ്റ്റൈൽ പാർട്ട് എന്ന് പറയുന്നത് ബഞ്ചാര ഓർ ലംബാനി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ക്രാഫ്റ്റ് ആണ്. എംബ്രോയ്ഡറി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത് എൻ്റെ കോളേജ് മേറ്റ് ആയിട്ടുള്ള ശ്രുതിയാണ്. ഇത് ബഞ്ചാര എന്ന് പറഞ്ഞൊരു എംബ്രോയ്ഡറി ടെക്നിക്കാണ്. അതായത് ഇവർ കർണാടകയിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇന്ത്യയിൽ ഫുൾ ഇവർ സ്പ്രെഡ് ആയിട്ടുണ്ട്, പക്ഷേ അവർ കർണാടകയിലാണ് ബേസസ്. ഇവർ ആദ്യം ഇവരുടെ ഫംഗ്ഷൻസിനും ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യത്തിന് മാത്രമാണ് ഇവരുടെ ഈ എംബ്രോയ്ഡറി യൂസ് ചെയ്യുന്നത്. അതിനെ അപ്ലിഫ്റ്റ് ചെയ്യാനാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ഇവരുടെ എലമെൻറ്റ്സ് ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ചും റണ്ണിങ് സ്റ്റിച്ചും ആണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവരുടെ മെയിൻ കമ്പോണൻ്റാണ് മിററും ഷെൽസും ഒക്കെ. അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അത് ഒട്ടും തന്നെ കളയാണ്ടാണ് ഈ ബോർഡ് ഗെയിമിൽ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രോഗ്രാംസ് എല്ലാം ഓവറാൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ചോദിച്ചാൽ ഇവിടെ പ്രൊഡക്റ്റ് ഡെമോസ് കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവായിരുന്നു. ബട്ട് അതിന് പുറത്ത് ഇവൻറ്റ്സ് എല്ലാം കറക്റ്റ് ഇൻഡസ്ട്രിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇവൻറ്റ്സും സെഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതിന് പുറത്ത് ഈ നെറ്റ്വർക്കിംഗ് ചെയ്യാനായാലും ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിന് പുറത്ത് ഒരുപാട് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു, ഏർലി സ്റ്റേജിലുള്ളവരുണ്ടായിരുന്നു, നല്ല രീതിയിൽ ഫണ്ടഡ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. ഇവരെല്ലാവരും കണക്ട് ചെയ്യാനും ആൾറെഡി ഞാൻ കണക്ട് ആയിട്ടുള്ള പലരെയും എനിക്ക് വീണ്ടും വീണ്ടും കാണാനും പറ്റി. അതിന് പുറത്ത് ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ് 1-2 കണ്ടു, നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ. ഞാൻ ഒരുപാട് പ്രൊഡക്ട്സ് ഇവിടെ കണ്ടതാണ്. ബട്ട് അതിൽ ഏറ്റവും വാല്യുബിൾ അല്ലെങ്കിൽ ഏറ്റവും അടിപൊളി എന്ന് തോന്നുന്നത് മാത്രമേ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഇവൻറ്റ്സിന് വന്ന് റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഇവൻ്റ് ആണല്ലോ, ഇതെല്ലാം വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങളൊരു എന്തൂസിയാസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇവിടെ എന്ത് ലിറ്ററലി നടക്കുന്നു ഈ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ, അതിന് പുറത്ത് കേരള ഗവൺമെൻറ് എന്തെല്ലാം സപ്പോർട്ട് തരുന്നുണ്ട്, ഇതെല്ലാം അറിയാൻ വേണ്ടി ഹഡിൽ ഗ്ലോബലിൽ വന്നാൽ മതി. അടുത്ത ഹഡിൽ ഗ്ലോബലിൽ ഞാൻ കാണും, നിങ്ങളെ എത്തിക്കോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് signing off by Jobin Salvanos from this Kovalam luxurious Leela Ravis Resort.